നമസ്കാരം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പതനത്തെക്കുറിച്ചായിരുന്നു മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് പറയാനുണ്ടായിരുന്നത്. വമ്പൻ പ്രതീക്ഷയിൽ ടീമിന്റെ ഭാഗമായി വന്ന കോച്ച് ദവീദ് കറ്റാലയും ഒരുപിടി വിദേശ താരങ്ങളും നനഞ്ഞ പടക്കങ്ങളായി മാറിയപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടിലേക്കാണ് ടീം വീണത്. ഒടുവിൽ വന്ന വഴി വിട്ടോളാൻ കറ്റാലയോട് പറയേണ്ടി വന്നു ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്. നാഥനില്ല കളരിയായി മാറിയ ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ ഇനി എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും വൈകാതെ തന്നെ കിട്ടിക്കഴിഞ്ഞു. പുതിയ പരിശീലകനായി ഇംഗ്ലണ്ടുകാരൻ ആഷ്ലി വെസ്റ്റ്വുഡിനെ നിയമിച്ചതോടെ പ്രതീക്ഷയിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ്. ടീമിന്റെ നിലവിലെ സ്ഥിതിയും കറ്റാലയ്ക്ക് സംഭവിച്ച പിഴവുകളും നന്നേ മനസ്സിലാക്കിയാണ് ആഷ്ലി ബ്ലാസ്റ്റേഴ്സിനെ കളി പഠിപ്പിക്കാൻ വരുന്നത്. ചില്ലറക്കാരനല്ല ഇദ്ദേഹം. ഇംഗ്ലീഷ് ഫുട്ബോൾ തട്ടകത്തിലെ പുലി. 2013 മുതൽ കോച്ചായി പ്രവർത്തിച്ച പരിചയം. ഇന്ത്യൻ ഫുട്ബോളിൽ വലിയ പരിചയസമ്പത്തുള്ള പരിശീലകൻ കൂടിയാണ് ആഷ്ലി വെസ്റ്റ്വുഡ്. ബംഗളൂരു FCയെ 2 തവണ ഐ ലീഗ് കിരീടത്തിലേക്കും 1 തവണ ഫെഡറേഷൻ കപ്പ് വിജയത്തിലേക്കും നയിച്ച അദ്ദേഹം മുൻപ് ATK, പഞ്ചാബ് FC എന്നീ ടീമുകളെയും പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഹോങ്കോങ് ദേശീയ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ പ്രവർത്തിച്ചത്. അതിനു മുൻപ് അഫ്ഗാനിസ്ഥാൻ ദേശീയ ഫുട്ബോൾ ടീം പരിശീലകനായും ചുമതല വഹിച്ചിട്ടുണ്ട്. ശരാശരി പ്രകടനം മാത്രം കാഴ്ചവെച്ചിരുന്ന ബംഗളൂരു FCയെ ഒരു മികച്ച ടീമായി പടുത്തുയർത്തിയതാണ് ഇന്ത്യൻ ഫുട്ബോളിലെ വെസ്റ്റ്വുഡിന്റെ ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ ചിതറിക്കിടക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ടീമിനെ ഈ സീസണിലെ അവശേഷിക്കുന്ന മത്സരങ്ങളിൽ മികച്ച നിലയിലേക്ക് എത്തിക്കാൻ വെസ്റ്റ്വുഡിന് സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സാമ്പത്തിക പ്രതിസന്ധിയും വിദേശ താരങ്ങളുടെ പരിക്കും ടീമിന്റെ പ്രകടനത്തെ ബാധിച്ചു എന്ന വിലയിരുത്തലുകൾക്കിടയിലാണ് പരിശീലകൻ കറ്റാലയെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയത്. വെസ്റ്റ്വുഡിന്റെ വരവോടെ ടീമിന്റെ ഫോർമേഷനിലും കളിരീതികളിലും കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നിലവിൽ ഇന്റർനാഷണൽ ബ്രേക്ക് ആയതിനാൽ തന്നെ പുതിയ കോച്ചിന് ടീമിനെ തന്റെ വരുതിയിലാക്കാനും ആവശ്യത്തിന് സമയമുണ്ട്. ഈ സീസൺ അവസാനം വരെയാണ് കാലപരിധിയുള്ളത് കോച്ചിന്. 6 മാസത്തിൽ നിന്ന് 5 തോൽവിയും 1 സമനിലയുമായി 13ാം സ്ഥാനത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെ ആഷ്ലി എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. കറ്റാലയിൽ പ്രതീക്ഷകളേറെ ഉണ്ടായിരുന്നുവെങ്കിലും ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് കീഴിൽ നനഞ്ഞ പടക്കമായി മാറുന്നതായിരുന്നു കണ്ടത്. ആക്രമണത്തിലും പ്രതിരോധത്തിലുമെല്ലാം ബ്ലാസ്റ്റേഴ്സിന് പിഴച്ചു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പടയടക്കം ടീമിനെതിരെ രംഗത്ത് വരുന്ന സ്ഥിതി വരെ ഉണ്ടായി. ബ്ലാസ്റ്റേഴ്സിന് പിന്തുണ അറിയിച്ച് കൊച്ചി സ്റ്റേഡിയത്തിൽ മഞ്ഞപ്പട ഉയർത്തിയിരുന്ന ബാനറുകളടക്കം നീക്കം ചെയ്തു. മത്സരങ്ങൾ ആരാധകർ ബഹിഷ്കരിക്കുന്ന നിലയിലേക്ക് എത്തിയതോടെയാണ് നിർണായക മാറ്റത്തിലേക്ക് ക്ലബ്ബ് കടന്നത്. വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ISLൽ നിന്ന് തരം താഴ്ത്തൽ നേരിടുന്ന അവസ്ഥയിലാണ് ഉള്ളത്. ഇതിൽ നിന്ന് ടീമിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പരിശീലകനായ ആഷ്ലിക്ക് എങ്ങനെ സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. നിലവിലെ ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളിൽ മികവ് പുലർത്തുന്നവർ വളരെ കുറവാണ്. ഈ താരങ്ങളെ ഉപയോഗിച്ച് ടീമിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ചില നിർണായക അഴിച്ചുപണി ആഷ്ലി തന്നെ നേരിട്ട് ടീമിൽ നടത്തുമെന്ന കാര്യം ഉറപ്പാണ്. കറ്റാല ടീമിലേക്ക് കൊണ്ടുവന്ന പല വിദേശ താരങ്ങളെയും ആഷ്ലി ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്രൂ മെമ്പേഴ്സിനെയും മാറ്റാനിടയുണ്ട്. ഗോൾ കീപ്പർ കോച്ചായ അലക്സ് ഓർട്ടിസിനെയും സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചായ അലക്സിസ് മോറയെയും കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയിട്ടുണ്ട്. പുതിയ പരിശീലകന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഒരുക്കി കഴിഞ്ഞുവെന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയ പ്രതീക്ഷയുണ്ടെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് CEO അഭിക് ചാറ്റർജി പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അറിവും പരിചയസമ്പത്തും ടീമിന് വലിയ ഗുണം ചെയ്യും. സീസണിലെ ബാക്കി മത്സരങ്ങളിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമിന്റെ പ്രകടനത്തിനായി തങ്ങൾ കാത്തിരിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചുമതലയേറ്റ ശേഷം ആഷ്ലി വെസ്റ്റ്വുഡും തന്റെ ആത്മവിശ്വാസം പങ്കുവച്ചു. നിറയെ ആരാധക പിന്തുണ അതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകളുമുള്ള ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഈ സ്ഥാനത്തിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് താൻ പൂർണ്ണ ബോധവാനാണ്. വരും ദിവസങ്ങളിൽ ടീമിനെയും സ്റ്റാഫിനെയും അടുത്തറിയുന്നതിനും കളിക്കാർക്കൊപ്പം പ്രവർത്തനം ആരംഭിക്കുന്നതിനുമാണ് മുൻഗണന നൽകുന്നതെന്നും ആഷ്ലി വെളിപ്പെടുത്തി. കൊച്ചിയിലെത്തിയ ആഷ്ലി വെസ്റ്റ്വുഡ് വരും ദിവസങ്ങളിൽ ടീം പരിശീലനം പുനരാരംഭിക്കുന്നതോടെ സ്ക്വാഡിന്റെ ഔദ്യോഗിക ചുമതലയേൽക്കും. എന്തൊക്കെ മാറ്റങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകും എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ബ്ലാസ്റ്റേഴ്സിന് ശക്തമായ തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ആരാധകരും.